എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാദമിയുടെ പുതിയൊരു കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഞാനിന്ന് വരയ്ക്കുന്നത്, നമുക്കറിയാം, നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ഇപ്പം ഓരോ അകഴിൽ വീണ മുതലയ്ക്ക് അത് തന്നെ വൈകുണ്ഠമെന്ന് ഒരു പഴഞ്ചലുണ്ട്. അതായത് ഒരു ചെളിക്കുളത്തിൽ വീഴുന്ന മുതല അവിടുന്ന് മാറത്തില്ല, അത് തന്നെ വൈകുണ്ഠമെന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടക്കും. അതുപോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യം. ഇപ്പം മുഖാമുഖം ഈ മറ്റേ നവകേരള സദസ് കൊണ്ട് എന്തോ കോപ്പറാട്ടികള് കാട്ടിക്കൂട്ടി. ഇപ്പതേ ഈ അടുത്ത് നടന്ന മറ്റേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏതാണ്ട് കുറച്ച് സീറ്റുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ നവകേരള സദസ്സിന്റെ ഈ മറ്റേ AC ബസിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് കിട്ടിയതെന്നാണ് ഇവരുടെ ധാരണ. ഇതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി അങ്ങ് ദീർഘിപ്പിക്കും. ഇനിയിപ്പം എന്നും മുഖാമുഖം പരിപാടിയായിരിക്കും. അതായത് ഗവൺമെന്റിന് 10 പൈസ ചെലവില്ല. അതായത് സ്പോൺസർമാരാണ് കംപ്ലീറ്റ് ചെലവ് വഹിക്കുന്നത്. ബാക്കി ഈ തദ്ദേശ സ്ഥാപനങ്ങളും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും പൈസ മുടക്കി ആളുകളെ കൊണ്ട് എത്തിക്കുക. എന്നിട്ട് മുഖ്യമന്ത്രി, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ ചെറുപ്പക്കാരുമായിട്ട് നടത്തിയ മുഖാമുഖത്തിൽ നേരത്തെ എഴുതി കൊടുത്ത ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ ചോദിക്കാൻ കുട്ടികളെ അനുവദിച്ചത്. അതായത് പാർട്ടി വായിച്ച് അനുമതി കൊടുക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ തക്ക ചോദ്യങ്ങൾ മാത്രമേ അവിടെ ചോദിപ്പിക്കുന്നുള്ളൂ. അതും വളരെ കുറച്ച്. ഇത്രയും വരുന്ന എല്ലാ ആളുകളുടെയും മറ്റേ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയും. ഓടിപ്പോയ 3-4 ചോദ്യങ്ങൾക്കും മറുപടി പറയും. അപ്പൊ ഇന്നത്തെ പത്രത്തിനകത്ത് അതിന്റെ ഒരു പ്രധാന വാർത്ത കിടക്കുന്നത്, മുഖ്യമന്ത്രിയുടെ മുഖാമുഖം ആളെ കൂട്ടാൻ പെടാപ്പാടെന്നാണ് പറയുന്നത്. ഓരോ സ്ഥാപനവും എത്തിക്കേണ്ടത് 50 മുതൽ 100 വരെ പേരെ. അതായത് മുഖ്യമന്ത്രി ആരംഭിച്ച മുഖാമുഖം പരിപാടികളിൽ പരമാവധി ആളുകളെ എത്തിക്കാൻ വിവിധ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അപ്പം ഈ പുറത്തുനിന്നുള്ള ജില്ലകളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരെ ആളുകളെ ഈ വണ്ടികളിൽ എത്തിക്കേണ്ട സ്ഥിതിയാണ്. പരിപാടി നടക്കുന്ന ജില്ലകളിലേക്ക് മറ്റ് ജില്ലകളിൽ നിന്നും ആളെ എത്തിക്കേണ്ടതിനാൽ ലക്ഷക്കണക്കിന് രൂപ ഓരോ വകുപ്പിലും ചെലവാകും. അതായത് ചില ആളുകൾ ഈ മാസം 18-ന് കോഴിക്കോട് ആരംഭിച്ച മുഖാമുഖം പരിപാടി മാർച്ച് 3-നാണ് സമാപിക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് പരിപാടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തയ്യാറാക്കിയ ക്ഷണക്കത്ത് വകുപ്പുകൾക്ക് കൈമാറിയിരുന്നു. ഇതിൽ പേരെഴുതി പ്രമുഖർക്ക് കൈമാറുകയും അവരെ പരിപാടി നടത്തുന്ന ജില്ലകളിൽ എത്തിക്കുകയുമാണ് വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും ജോലി. ഓരോ സ്ഥലത്തും 2000 പേരെയാണ് എത്തിക്കേണ്ടത്. ഓരോ സർക്കാർ സ്ഥാപനത്തിനും 50-100 പേരെയാണ് ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ചിലർ കാറിലെ യാത്ര ചെയ്യും എന്ന് വാശി പിടിക്കുന്നതിനാൽ യാത്ര ചെലവ് ഇനത്തിൽ വൻതുക ചെലവാകുമെന്ന് പരാതിപ്പെടുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ യഥാ രാജ തഥാ പ്രജ എന്നാണല്ലോ. മുഖ്യമന്ത്രി ഈ ആർഭാടത്തിൽ ആറാടുക. അപ്പൊ പിന്നെ ജനങ്ങൾ വേണ്ടെന്ന് വെക്കണ്ട. അവര് ചില ആളുകൾ പറയും AC ബസ് തന്നാൽ, AC കാറോ AC ബസ്സോ ഒക്കെ തന്നാലേ ഞങ്ങൾ വരത്തുള്ളെന്നാണ് പറയുന്നത്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ പല സ്ഥാപനങ്ങളും താൽക്കാലിക ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം പോലും നൽകിയിട്ടില്ല. ഇതിനിടെയാണ് ഫണ്ടില്ലെങ്കിലും സർക്കാർ പരിപാടിക്കായി പണം ചെലവാക്കേണ്ടി വരുന്നത്. ചില വകുപ്പുകൾ യാത്രയായി ടൂറിസ്റ്റ് ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യാൻ സന്നദ്ധരല്ല. അതായത് ഓരോരുത്തർക്കും ഓരോ ആഡംബര കാറുകൾ വിട്ടുകൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്നറിയാൻ മേല. ഈ മുഖാമുഖം എന്ന് പറഞ്ഞത് ഉടായിപ്പിന്റെ അങ്ങേയറ്റം രാജ ഉടായിപ്പാണ്. ആ ഉടായിപ്പിലേക്ക് ആളിനെ കൂട്ടാനായിട്ടുള്ള ചെലവിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇതൊന്നും കൊണ്ട് പാവപ്പെട്ടവർക്ക് യാതൊരു പ്രയോജനവുമില്ല. പാവപ്പെട്ടവർക്ക് ഇവിടെ സപ്ലൈകോയിൽ സാധനങ്ങളില്ല, റേഷൻ കടയിൽ അരിയില്ല, സ്കൂളുകളിൽ പരീക്ഷ നടത്താൻ പൈസയില്ല. അങ്ങനെ നാനാവിധത്തിലും സാമ്പത്തികമായി നട്ടം തിരിയുന്ന സമയത്താണ് ഈ കെട്ടുകാഴ്ചയും കൊണ്ട് നടക്കുന്നത്. യാതൊരു 5 പൈസയുടെ പ്രയോജനമില്ലാത്ത കെട്ടുകാഴ്ച. അതായത് സർക്കാരിന്റെയും സ്പോൺസർമാരുടെയും ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ചെലവില് വോട്ട് പിടിക്കാൻ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് വോട്ട് പിടിക്കാനായിട്ടുള്ള ഒരു ഉടായ്പ പരിപാടിയാണിത്. അപ്പൊ ഈ ഒരു വാർത്ത, മുഖ്യമന്ത്രിയുടെ മുഖാമുഖം ആളെ കൂട്ടാൻ പെടാപ്പാട്, ഈ വാർത്തയെ മുൻനിർത്തി ഞാനൊരു കാർട്ടൂൺ ഇന്ന് വരയ്ക്കുകയാണ്. അപ്പൊ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇന്ന് ഇതിന്റെ റഫ് ഇട്ടിട്ടില്ല. ഇതാണ് മുഖ്യമന്ത്രിയെ
മന്ത്രിയുടെ മുഖാമുഖം. ആളെ കൂട്ടാൻ പെടാപ്പാട്. ഇതാണ് ആ വാർത്ത. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം, ആളെ കൂട്ടാൻ പെടാപ്പാട്. ഈ തദ്ദേശ സ്ഥാപനങ്ങളും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും ഇതിന് ആളെ കൂട്ടാനായിട്ട് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ കാർട്ടൂൺ. അപ്പൊ നമുക്ക് ഇതിന്റെ റഫിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ ഈ ഭരണം നടക്കുന്നുണ്ടെങ്കിൽ സർക്കാർ സംവിധാനങ്ങളെക്കാൾ കൂടുതൽ ഈ ഭരണത്തിന് ഇടപെടുന്നത് CATUക്കാരും DYFIക്കാരും അത് കണക്കുള്ള പാർട്ടി സംഘടനകളാണ്. അപ്പം പാർട്ടി സംഘടനകളാണ് ആളെ കൂട്ടാനും എല്ലാത്തിനും നടക്കുന്നത്. അപ്പൊ ഇത് അത് കണക്കൊരു CATU തൊഴിലാളിയാണ്. അപ്പൊ അത് എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാണാം. കുറച്ച് എക്സാജറേഷൻ ഉണ്ട്. എങ്കിൽ പോലും നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ CATU അതായത് ചുമട്ട് തൊഴിലാളികളൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. കാർട്ടൂൺ ഫൈനലായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിലേക്ക് ആളെ കൂട്ടാൻ പെടാപ്പാടെന്നാണ് ആ വാർത്ത. ആ വാർത്തയ്ക്ക് അനുസൃതമായിട്ടാണ് പറയുന്നത്. ഇവിടെ പാർട്ടി അണികളും മൊത്തം ഭരണത്തിനെ സഹായിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആളിനെ കൂട്ടാനായിട്ട് ഒരു CATU ചുമട്ടുതൊഴിലാളി ഇറങ്ങിയിരിക്കുന്നു. ഇതിന്റെ കമ്പ്യൂട്ടറിൽ കുറച്ച് ആ വാർത്തകളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫൈനലായിട്ട് ഒന്നുകൂടെ കാണാം. തൽക്കാലത്തേക്ക് ഈ ആഴ്ചത്തെ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ ഇവിടെ പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു. കാർട്ടൂണിന്റെ ഫൈനൽ തയ്യാറായിട്ടുണ്ട്. ഇതാണ് കാർട്ടൂണിന്റെ ഫൈനൽ.